ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ കൃഷ്ണാനുഭവത്തിലേക്കും ക്രൂശ് മരണത്തിലേക്കും എല്ലാത്തിനും ഉപരിയായി ഈ ലോകത്തിൻ്റെ മരണത്തെ ജയിച്ചുകൊണ്ടുള്ള ഉയർപ്പിലേക്കുമൊക്കെയുള്ള ആ ദിനങ്ങളെ അനുസ്മരിക്കുന്ന വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നോമ്പ് എന്നുള്ളത് സുറിയാനി സഭയിലെ അംഗങ്ങൾക്ക് സ്ഥിരപരിചിതമായ ഒരു അനുഭവമാണ്. നമ്മുടെ പിതാക്കന്മാർ നോമ്പ് എങ്ങനെ അനുഷ്ഠിക്കണമെന്നും ഏതു വിധേനയാണ് ആ അനുഭവത്തിലേക്ക് നാം നടന്നെടുക്കേണ്ടതെന്നും ഒക്കെ നമ്മെ എപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ നോമ്പ് പ്രത്യേക പ്രാർത്ഥനകളുടെയും ജാഗരണത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും ഒക്കെ ഉള്ള ദിനങ്ങളാണ്. പ്രത്യേക ഭക്ഷണ ക്രമീകരണങ്ങളുമാണ് ആ ദിനങ്ങളിൽ നാം പരിശീലിക്കുന്നത്. നമ്മുടെ ജീവിത പരിസരം മുഴുവനും മലിനപ്പെട്ട ഒരു കാലത്താണ് ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മുടെ ഉള്ള് പൊള്ളിക്കുന്നത്. ഓർക്കുക, ക്രിസ്തു തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും വളരെയധികം സാധാരണക്കാരായ മനുഷ്യരോട് ചേർന്ന് നിന്ന് അവർക്ക് നഷ്ടപ്പെട്ടു പോയ അന്തസ്സിനെ തിരികെ കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമമാണ്, ബോധപൂർവമായ ശ്രമമാണ് നടത്തുന്നത്. കണ്ണില്ലാത്തവന് കണ്ണ് കൊടുക്കുന്നതിലൂടെ, കാലുകൾ ശോഷിച്ചു പോയി മറ്റു മനുഷ്യരുടെ പരിചരണത്തിൽ ജീവിക്കുന്ന ആ മനുഷ്യനെ ക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ അവൻ്റെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് അവനെ ബലത്തോടെ തിരിച്ചുവിടുന്നുണ്ട്. ഒരിക്കൽ പോലും ജനമധ്യത്തിൽ നിൽക്കാൻ കഴിയാതെ പോയ കുഷ്ഠരോഗികളെ, പാളയത്തിന് പുറത്ത് ജീവിച്ചവരെ ആ അന്തസ്സിലേക്ക് തിരികെ കൊണ്ടുവരാൻ ക്രിസ്തു ശ്രമിക്കുന്നുണ്ട്. അവിടെ ഒരു തുല്യത നമ്മൾ കാണുന്നുണ്ട്. ഒരിക്കൽ പോലും സ്ത്രീയെന്നോ പുരുഷനെന്നോ വകഭേദമില്ലാതെ, വേർതിരിവുകളില്ലാതെ, അതിർത്തികളില്ലാതെ ധൂനിയായ സ്ത്രീയെയും രക്തസ്രാവക്കാരിയെയും, എന്തിന് കുഞ്ഞിൻ്റെ പിശാചബാധയിൽ പ്രയാസപ്പെടുന്ന ആ പാവപ്പെട്ട അമ്മയെയൊക്കെ കർത്താവ് ചേർത്ത് നിർത്തി അവരുടെയൊക്കെ ജീവിത അന്തസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇത് തന്നെയാണ് ഈ വർത്തമാനകാലത്ത് ജീവിത പരിസരങ്ങൾ മുഴുവനും മലിനീകരിക്കപ്പെട്ട ഒരു കാലത്ത് ജീവിക്കുമ്പോൾ നമുക്കും ചുറ്റുവട്ടങ്ങളെ മുഴുവനും വിശുദ്ധീകരിക്കുവാനും കരുതുവാനും അവരോട് ചേർന്ന് നിൽക്കുവാനും ഒക്കെയുള്ള വലിയ നിയോഗവും വിളിയുമാണ് വലിയ നോമ്പ് നമുക്ക് നൽകിത്തരേണ്ടത്. ക്രിസ്തുവിൻ്റെ കരുതലിൻ്റെ പിന്തുടർച്ച ഈ നോമ്പിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ഇടങ്ങളിലും ഉണ്ടാകേണ്ടതാണ്. വിശുദ്ധ വാരത്തിലെ ചൊവ്വാഴ്ച രാത്രിയിലെ പ്രാർത്ഥനയിൽ വീഴ്ചയ്ക്ക് മുമ്പുണ്ടായ എൻ്റെ സൗന്ദര്യം ആരെനിക്ക് തിരികെ തരും? കാരുണ്യവാനായ ദൈവവും എന്നെ തള്ളിക്കളഞ്ഞാൽ എങ്ങനെയാണ് ഈ സൗന്ദര്യം എനിക്ക് ലഭിക്കുക എന്നൊരു ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം എങ്ങനെയാണ് പിതാക്കന്മാർ ദൈവാത്മാവിൽ എഴുതിയത്? എൻ്റെ ആത്മാവെ, നീ എന്തിനാണ് വിഷാദിക്കുന്നത്, ദുഃഖിക്കുന്നത്? നിന്റെ സൗന്ദര്യം ഒട്ടും നഷ്ടപ്പെടാതെ കർത്താവ് നിനക്കായി അത് സൂക്ഷിച്ചിട്ടുണ്ട്. അത് നീ അവങ്കലേക്ക് തിരികെ ചെല്ലുമ്പോൾ നീ വീണ്ടും ആ സൗന്ദര്യത്താൽ അലങ്കൃതയാവും എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. വീണുപോയ മനുഷ്യന്റെ, സൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞ മനുഷ്യന്റെ ആ സൗന്ദര്യത്തിലേക്കുള്ള തിരികെ നടപ്പാണ് വിശുദ്ധ നോമ്പ്. തീർച്ചയായും ആ സൗന്ദര്യത്താൽ അലങ്കൃതയാകാൻ ദൈവം നമുക്ക് വെച്ചിട്ടുള്ള സുഹൃതങ്ങളായ നടപടികളാണ് നോമ്പിൽ നാം സ്വീകരിക്കേണ്ടത്. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഒരുപാട് പേർ വേദനിക്കുന്നുണ്ട്. ശാരീരികമായും മാനസികമായും തളർന്നുപോയവരുണ്ട്. അവരെയെല്ലാം ചേർത്ത് നിർത്താനും പട്ടിണിക്കാരെയും പ്രയാസപ്പെടുന്നവരെയും രോഗത്തിലും പ്രയാസങ്ങളിലും ഒക്കെ ആയിരിക്കുന്നവരെയൊക്കെ ചങ്കോട് ചേർക്കാൻ ഈ നോമ്പ് നമുക്ക് ഇടയായിത്തീരണം. അത് നമ്മുടെ നിയോഗമാണ്. ആ ദൈവരാജ്യ പ്രവർത്തനങ്ങളിൽ നാം ചേർന്ന് നിൽക്കണം. മതവും രാഷ്ട്രീയവും സമൂഹവും ഒക്കെ ഒരുപാട് വിഷം ചീറ്റുന്ന കാലത്താണ് നാം ഈ നോമ്പിനെ വരവേൽക്കുന്നത്.
തീർച്ചയായും അവിടെയൊക്കെ സാന്ത്വനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒക്കെ മാതൃകകളായി തീരാൻ നമുക്ക് ഈ കാലത്ത് സാധിക്കട്ടെ. അതിന് നമുക്ക് ഒരു കൂട്ടായ പ്രവർത്തനം അനിവാര്യമാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപകടകരമായ ഈ കാലത്ത് ക്രിസ്തുവിൻ്റെ ദൈവരാജ്യ മൂല്യങ്ങളെ പരിവർത്തനപ്പെടുത്താൻ ഈ നോമ്പ് നമുക്കിടയായിത്തീരണം. അത് ഒരു വലിയ നിയോഗമായി ജീവിതത്തിൽ ഏറ്റെടുക്കണം. അങ്ങനെ ഈ കാലത്തിന് അനുരൂപരാകാതെ ക്രിസ്തുവിൻ്റെ ഉള്ളിക്കുന്ന ഓർമ്മകൾ, അവൻ്റെ ക്രൂശ്, അവൻ്റെ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുകയും അവൻ്റെ ഉയർപ്പിൽ സന്തോഷിക്കുവാനും നമുക്ക് ഈ നോമ്പിലൂടെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഷാർജ സെൻറ് മേരീസ് പാത്രിയാർക്കൽ കത്തീഡ്രൽ ദേവാലയത്തിലെ യുവജനങ്ങൾ എപ്പോഴും നന്മകൾ പ്രവർത്തിക്കുവാൻ ഏറ്റവും ശ്രദ്ധാലുക്കളായ ആളുകളാണ്. അവരുടെ നോമ്പുകാല ചിന്തകൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ അവർ തുറന്നിട്ടുള്ള ഈ പ്രവർത്തനം ഏറ്റവും ശ്ലാഘനീയമാണ്. അത് അനുഗ്രഹത്തിനും ഒരുപാട് പേർക്ക് നന്മയ്ക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നോമ്പ് നമുക്ക് ഒരു പുതിയ വീക്ഷണവും നന്മയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.